നമുക്ക് ഒരു കാരണവശാലും 20,000 രൂപ കൂടുതൽ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഇൻകം ടാക്സിൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്കിത് ഞാൻ ക്യാഷ് ആയിട്ട് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതെന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ഒരു പുതിയ നിയമമേ അല്ല, 1984 മുതൽ ഉള്ള നിയമമാണ്. ഈ വർഷത്തെ റിട്ടേൺ ഫയലിംഗ് 100% ഉറപ്പാണ് കഴിഞ്ഞ ഇൻകം ടാക്സ് ആക്ട് വെച്ചിട്ടാണ്. ബിസിനസ് ഇൻകം ഇല്ലാത്തവരുടെ റിട്ടേണുകൾ ജൂലൈ 31 ബിസിനസ് ഇൻകം ഉള്ളവരുടെ റിട്ടേണുകൾ ഓഗസ്റ്റ് 31 രണ്ടാക്കി തിരിച്ചു. ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ആശ്വാസം കിട്ടുന്ന ആദ്യത്തെ വർഷമാണ് ഇത്. അതായത് 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കണ്ട. പക്ഷെ ഇവിടെ ഒരു തെറ്റായ ഇംപ്രഷൻ ആൾക്കാർക്ക് വന്നേക്കുന്നത് 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ളതാണ്. വണ്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് മാത്രമാണ് തിരിച്ചു കിട്ടുക. അതായത് TCS മാത്രമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കുറേയേറെ വീഡിയോകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് ഒരാളിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കടം കൊടുക്കുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് മേൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് പണി പാളും എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഒന്നല്ല, പല ചാനലുകളിലായിട്ട് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലായിട്ട് ഇങ്ങനെ കാണും. എന്താണ് അതിലെ വാസ്തവം? ഇത് ഒരു പുതിയ നിയമമേ അല്ല, 1984 മുതൽ ഉള്ള നിയമമാണ്. അന്ന് 10,000 രൂപയായിരുന്നു ഇതിന്റെ ലിമിറ്റ്. അതിനുശേഷം 1989 20,000 രൂപയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ലിമിറ്റ് മാറ്റിയിട്ടില്ല. ഇത് വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതിനും ഇതേ നിയമം ആപ്ലിക്കബിൾ ആണ്. 20,000 രൂപ പരമാവധി നമുക്ക് ക്യാഷ് ആയിട്ട് കടം വാങ്ങാൻ സാധിക്കുന്നത്. കടം കൊടുക്കുന്ന ആൾക്ക് ഇത് പ്രശ്നമില്ല കേട്ടോ. കടം വാങ്ങുന്ന ആള് പരമാവധി പണമായിട്ട് കടം വാങ്ങാവുന്നത് 20,000 രൂപയാണ്. അത് തിരിച്ചു കൊടുക്കുമ്പോഴും 20,000 രൂപയെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ 1 രൂപ പോലും ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കരുത്, ത്രൂ ബാങ്കിങ് ചാനൽസിലെ കൊടുക്കാവൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 40,000 രൂപയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ആവശ്യത്തിന് കടം വാങ്ങിയത്. ഇത് ഏതെങ്കിലും വിധത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു നമ്മൾ 40,000 രൂപ ക്യാഷ് ആയിട്ട് കടം വാങ്ങി എന്ന് പറഞ്ഞാൽ അനുവദനീയമായി 20,000 കഴിച്ച് ബാക്കി 20,000 രൂപ ഫൈൻ വരും. അപ്പോൾ ഈ ഫൈനിനെ പറ്റി ഇവർ പറയുന്ന ആ ഒരു കാര്യം ശരിയാണ്. അതായത് 20,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന തുക മുഴുവനും ഫൈനായിട്ട് പോകും എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇതൊരു പുതിയ നിയമമായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്? എനിക്ക് അത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പുണ്ടായിരുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ഒഴിവാക്കിയിട്ട് സർക്കാർ പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അതിന്റെ സൈസ് കുറച്ചു. അതായത് നമ്പർ ഓഫ് ലെറ്റേഴ്സും നമ്പർ ഓഫ് വേർഡ്സും സെന്റൻസുകളൊക്കെ കുറച്ച് ഒരു ചെറിയ ആളുകൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ അതിന്റെ എസൻസിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പുതിയ ആക്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെക്ഷൻ വായിച്ച ആർക്കെങ്കിലും തോന്നി കാണും ഇനി മുതൽ ഇങ്ങനെയാണെന്ന്. ഇത് ഇനി മുതലല്ല, 1984 മുതൽ ഇങ്ങനെയാണ്. ഈ 20,000 രൂപയ്ക്ക് മേൽ ആരെങ്കിലും പണമായി വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇൻകം ടാക്സ് വിഭാഗം എങ്ങനെ കണ്ടെത്തും? അങ്ങനെ ഒരു ചോദ്യം കൂടി. അതെ, നിയമപരമായിട്ട് 20,000 മുകളിൽ ക്യാഷ് ആയിട്ട് വാങ്ങി കഴിഞ്ഞാൽ ഈ ശിക്ഷ ഉണ്ടെന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 50,000 25,000 രൂപ കടം വാങ്ങിയാൽ ഉടനെ അത് ഇൻകം ടാക്സ് കണ്ടുപിടിച്ച് ഫൈൻ അടിക്കും എന്നുള്ളതല്ല അതിൻ്റെ അകത്തെ കാര്യം. ആക്ച്വലി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനകളോ സ്ക്രൂട്ടിനിയോ നടത്തുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കടം വാങ്ങിയിട്ടുണ്ടെന്ന്, അതായത് മിക്കവാറും സംഭവിക്കുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ലിക്വിഡായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ ഒരു തുക എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ കടം മേടിച്ചാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെക്ഷന്റെ ആവശ്യം. അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഒരാൾ ഒരു 20,000 അല്ലെങ്കിൽ 30,000 രൂപ കടം മേടിച്ച് ഉടനെ ഇൻകം ടാക്സ് അവിടെ വന്നിട്ട് ഫൈൻ അടിക്കും എന്നുള്ളതല്ല. അത് ഇൻകം ടാക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ക്യാഷിലുള്ള ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. നാളെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഇത് കണ്ടുപിടിച്ചാൽ ആ സമയത്ത് കടം ഒരു മാർഗമാക്കി അല്ലെങ്കിൽ കടത്തിനെ ഒരു പരിചയമാക്കിക്കൊണ്ട് രക്ഷപ്പെടരുത്. അതാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ അല്ലേ, അത് ഈ പരിധി ബാധകമാകുന്നതാണോ? അതായത് ഇപ്പൊ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ, സുഹൃത്ത് മാറി നിൽക്കട്ടെ, സുഹൃത്ത് റിലേറ്റീവ് അല്ല ഇൻകം ടാക്സിന്റെ പരിധിയിൽ. ബന്ധുക്കൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ നമ്മൾ ബന്ധുക്കളുടെ നിർവചനത്തിൽ വരുന്ന ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. ഈ ബന്ധം പറയുമ്പോഴത്തേക്കും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ എൻ്റെ അനിയന്റെ മകനെ സംബന്ധിച്ച് ഞാൻ ബന്ധുവാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അനിയന്റെ മകൻ ബന്ധുവല്ല. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ താഴേക്ക് പോകുന്ന അതേ ബന്ധം മുകളിലേക്ക് ഉണ്ടാവണമെന്നില്ല. ഇൻകം ടാക്സിലെ ഡെഫിനിഷനുകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 56 പറയുന്ന ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഉള്ള ആളുകൾ തമ്മിലുള്ള ഗിഫ്റ്റ് ടാക്സബിൾ അല്ല. പക്ഷെ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ടാക്സേഷന്റെ പ്രശ്നം വരുന്നില്ല. ലോൺ ആവുമ്പോഴത്തേക്കും പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ 20,000 രൂപയുടെ പ്രശ്നം വരും. ക്യാഷ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു കാരണവശാലും 20,000 രൂപ കൂടുതൽ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഇൻകം ടാക്സിൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്കിത് ഞാൻ ക്യാഷ് ആയിട്ട് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതെന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ലോൺ ആണ് റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 31 അവസാന ദിവസം എന്നറിയാം. അതിൻ്റെ മിക്ക ആളുകളും ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. ഈ 2025 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഫയൽ ചെയ്യുന്നത് പുതിയ നിയമം അനുസരിച്ചായിരിക്കും എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. എങ്ങനെയായിരിക്കും അത്? ഏപ്രിൽ 1-ാം തീയതി മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് കാര്യമായിട്ട് ഗവൺമെന്റ് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആളുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഫയൽ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ ആളുകളുടെ ഇപ്പൊ ശ്രീത് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആക്ച്വലി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ റിട്ടേൺ ആണ്. അതുകൊണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ റിട്ടേണിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ നിയമമാണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ഇപ്പോഴത്തെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ട വരുന്നത്. ഈ കൺഫ്യൂഷൻ വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് ഡിക്ലറേഷൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്ന ഒരു 15G 15H എന്നൊക്കെ പറഞ്ഞ് ആ ഫോം മാറി. കാരണം ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ പുതിയ ആക്ട് വന്നതുകൊണ്ട് ഫോംസ് അതനുസരിച്ച് റൂള് മാറി, ഫോംസ് മാറി. അപ്പൊ ഈ പ്രാവശ്യം അതിനു വേണ്ടിയിട്ട് ആളുകൾ സബ്മിറ്റ് ചെയ്യേണ്ട വന്നത് ഫോം 131 എന്ന് പറയുന്ന 121 എന്ന് പറയുന്ന ഫോമാണ്. ഈ പഴയ ഫോം 15G 15H ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം 121 എന്ന് പറഞ്ഞിട്ട് പുതിയ ആക്ടിലെ ഫോം വന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് ഇത് ആക്റ്റീവായി. അപ്പൊ ഇതിനനുസരിച്ചിട്ടാണോ റിട്ടേൺ വരണത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ റിട്ടേൺ ഫയലിംഗ് 100% ഉറപ്പാണ് കഴിഞ്ഞ ഇൻകം ടാക്സ് ആക്ട് വെച്ചിട്ടാണ്. ഈ ഫോം ഇപ്പൊ കൊടുക്കേണ്ട വന്നത് പുതിയ ആക്ട് വെച്ചിട്ടായതുകൊണ്ടാണ് അത് ഫോമിൻ ഈ 15Gക്ക് വെച്ചതിനും പകരം ഫോം 121 ആയത്. ഇൻകം ടാക്സ് ഫയലിങ്ങിൽ ചില ഡ്യൂ ഡേറ്റുകളുണ്ട്. അത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. ചില മാസങ്ങൾ, അതായത് ജൂലൈ മുതലുള്ള ഡിസംബർ വരെ, ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ചില മാസങ്ങൾ ഉണ്ട്. പക്ഷേ ഇത്തവണ ഓഗസ്റ്റ് എന്നൊരു ഡ്യൂ ഡേറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, അത് ഈ ജൂലൈ മാസത്തിൽ, അതായത് നമ്മൾ റിട്ടേൺ ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റുകൾ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പറയാൻ എളുപ്പം. അതായത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് വരുന്ന ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട അത്തരത്തിലുള്ള ബിസിനസ്സുകളും ഈ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് റിട്ടേൺസ് ഇത് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 31 ആണ്. നവംബർ 31 ആ ഡ്യൂ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൂടാതെയുള്ള ഈ നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ അതെല്ലാം ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 അപ്പൊ നവംബർ 31 ഒക്ടോബർ 31 ഫയൽ ചെയ്യേണ്ട ഈ റിട്ടേണുകൾ വിട്ടിട്ട് ബാക്കി എല്ലാ റിട്ടേണുകളും ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ജൂലൈ 31 ആയിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ട്രസ്റ്റുകള്, ഇൻഡിവിജ്വൽസ്, ഈ പറയുന്ന ഓഡിറ്റ് നിർബന്ധമായി ഓഡിറ്റ് വേണ്ടാത്ത കാറ്റഗറിപ്പെട്ട എല്ലാവരുടെയും റിട്ടേണുകൾ വന്നുകൊണ്ടിരുന്നത് ജൂലൈ 31 ഈ ജൂലൈ 31 അപ്പൊ ഇത്രയും ക്ലസ്റ്റർ ഓഫ് റിട്ടേൺസ് വരുമ്പോഴത്തേക്കും ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. സൈറ്റ് ജാമായി പോണ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ രണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഗവൺമെന്റ് ഈ പ്രാവശ്യം ഈ സിമ്പിൾ ഇൻകങ്ങളുള്ള ആളുകൾ, അതായത് ഇൻഡിവിജ്വൽസ്, ട്രസ്റ്റുകൾ മുതലായവയുടെ റിട്ടേണുകളിൽ, അതുപോലെ ഈ ഓഡിറ്റ് വേണ്ടാത്തവരുടെ റിട്ടേണുകൾ, ബിസിനസ് ഇൻകം ഇല്ലെങ്കിൽ, ബിസിനസ് ഇൻകം ഇല്ലാത്തവരുടെ റിട്ടേണുകൾ ജൂലൈ 31 ബിസിനസ് ഇൻകം ഉള്ളവരുടെ റിട്ടേണുകൾ ഓഗസ്റ്റ് 31 രണ്ടാക്കി തിരിച്ചു. അപ്പോൾ നമുക്ക് അതിനെ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഫോം 1ഉം 2ഉം ഈ ഒന്നാമത്തെ ഡ്യൂ ഡേറ്റ് ജൂലൈ 31 3ഉം 4ഉം റിട്ടേണുകൾ ഓഗസ്റ്റ് 31 ഡ്യൂ ഡേറ്റിലേക്കും മാറി എന്ന് പറയാം. അതായത് ഈ ആദ്യത്തെ ഈ 1, 2, 3, 4 റിട്ടേണുകളാണ് സാധാരണ ജൂലൈ 31 വരുന്നത്. ആ റിട്ടേണുകൾ രണ്ടായിട്ട് പിരിഞ്ഞ് 1ഉം 2ഉം ഇതിനൊരു തമ്പ് റൂളായിട്ട് എടുക്കരുത്, ഞാനൊരു ജനറലൈസേഷൻ എന്നുള്ള രീതി പറഞ്ഞാണ്. കീ റൂൾ എന്ന് പറയുന്നത് ഇതാണ്: ബിസിനസ് ഇൻകം ഇല്ലാത്ത ഈ ഒക്ടോബറിലെയും നവംബറിലെയും അല്ലാത്ത റിട്ടേണുകളെല്ലാം ജൂലൈ 31 ഫയൽ ചെയ്യേണ്ടിയിരുന്നത് അതിൽ ബിസിനസ് ഇൻകം ഇല്ലാത്തവർ ജൂലൈയിലും ബിസിനസ് ഇൻകം ഉള്ളവർ ഓഗസ്റ്റിലും ആയി മാറിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സിൽ ഇളവുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടപ്പാകുന്ന വർഷം കൂടിയാണ് ഈ ഫയലിംഗ് വർഷം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ ഫയലിംഗിൽ സാധ്യമാകുക? നമ്മൾ ന്യൂ റെജീം, ഓൾഡ് റെജീം വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായി. ഈ ന്യൂ റെജീമിൽ ആളുകൾ ഏറെ കാത്തിരുന്ന വലിയൊരു പ്രഖ്യാപനമായിരുന്നു ഒരു വലിയ ടാക്സ് റിലീഫ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ റിലീഫ് എന്ന് പറയുന്ന വാക്ക് ഇൻകം ടാക്സിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു വാക്കാണ്. ആ റിലീഫ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആളുകൾക്ക് ഒരു ആശ്വാസം എന്നുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ആശ്വാസം കിട്ടുന്ന ആദ്യത്തെ വർഷമാണ് ഇത്. അതായത് 12 ലക്ഷം രൂപ വരെ
ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കണ്ട. അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ റേറ്റ് ഇൻകങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ പോലും ജനറലി സാധാരണ ഇൻട്രസ്റ്റ്, ബിസിനസ് പ്രോഫിറ്റ്, അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, സ്പെഷ്യൽ റേറ്റ് അല്ലാത്ത എല്ലാം, സാലറി, വീട്ടുവാടക, ഇങ്ങനത്തെ എല്ലാ ഇൻകങ്ങൾ കിട്ടുന്നവർക്കും അവരുടെ ടോട്ടൽ ഇൻകം 12 ലക്ഷം രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പൈസ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ ഇവിടെ ഒരു തെറ്റായ ഇംപ്രഷൻ ആൾക്കാർക്ക് വന്നേക്കുന്നത് 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെ ഒരു റിലാക്സേഷൻ ഇല്ല. നമ്മൾ പുതിയ റെജീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ വരെയുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവർ ആ ത്രഷോൾഡ് ലിമിറ്റിന് താഴെയാണ്. പക്ഷെ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ. റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യമാണ് ഈ പറയുന്ന റിബേറ്റ് എന്ന് പറയുന്നത്. 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്നല്ല, 12 ലക്ഷം രൂപ വരെ ടാക്സ് ഉണ്ട്. പക്ഷെ ആ ടാക്സ് ഗവൺമെന്റ് റിബേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യണത്. അത് അവൈൽ ചെയ്യണത് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെയാണ്. അത് റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ ഇത് സാധ്യമാകും. അതെ, ഓൾഡ് റെജീം ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ തന്നെയാണ്. പഴയ 2.5 ലക്ഷം രൂപ തന്നെയാണ്. ഈ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി അത് ഈ ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു പ്രചാരണമുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം? നിരവധി പേര് ഉയർത്താറുള്ള ഒരു സംശയമാണ്. കാറ് വാങ്ങി ആ സമയത്ത് കൊടുത്ത ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞു, ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സമീപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ 2-3 തരത്തിലുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാറിന്റെ ഇൻവോയ്സ് എടുത്തിട്ട് ടാക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റോഡ് ടാക്സ് ഉണ്ട്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിക്കുന്നതാണ്. GST ഉണ്ട്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും കൂടി പിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടാതെ TCS, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ് അതിൽ കാണാം. അത് എല്ലാ കാറുകൾക്കും ഇല്ല. ഒരു നിശ്ചിത വിലയ്ക്ക് മുകളിലുള്ള കാറുകൾക്കാണ് TCS കളക്ട് ചെയ്യുന്നത്. അങ്ങനെ TCS കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ബില്ലിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനാണ് നമുക്ക് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ തിരിച്ചു കിട്ടുന്നത്. ബാക്കി 2 ടാക്സുകൾ, റോഡ് ടാക്സ് ഒബ്വിയസ്ലി തിരിച്ചു കിട്ടില്ല, കാരണം അത് ഗവൺമെന്റിന്റെ റോഡ് വികസനത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് റോഡ് ഈ വണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പിരിക്കുന്ന ലെവിയാണ്, അത് തിരിച്ചു കിട്ടാനുള്ളതല്ല. GST ചില പർട്ടിക്കുലർ കേസസിൽ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന്റെ ഒക്കെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ കാർ വെച്ചിട്ട് ചെയ്യുന്ന ബിസിനസ്, ഇപ്പോൾ റെന്റ് കാർ അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ GST റിട്ടേണുകളിൽ ആ GST തിരിച്ചെടുക്കാം. അതല്ലാതെ ഒരു സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കോ ഒരു സാധാരണ വ്യക്തിക്കോ ഈ GST കൊടുക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റില്ല. TCS എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിന്റെ ഇതിൽ വരുന്നതാണ്, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. ആ 1% പിടിച്ചാണ് TCS ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പറയത്തക്ക വലിയ ഇൻകങ്ങളൊന്നുമില്ല. ഈ TCS വന്നിട്ടുണ്ട്, അയാൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സബിൾ ഇൻകങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ ടാക്സിലേക്ക് ആ ടാക്സ് ലൈബിലിറ്റി അത്രയും, ഈ 1% ടാക്സ് പിടിച്ചേക്കണം അത്രയും കുറച്ച് ബാക്കി അടച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന്റെ ടാക്സ് ക്രെഡിറ്റിലേക്ക് ഇത് ഉപയോഗിക്കാം, ഈ 1% TCS. അപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് മാത്രമാണ് തിരിച്ചു കിട്ടുക, അതായത് TCS മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ തിരിച്ചു കിട്ടുക. ഈ ഇൻകം ടാക്സ് ഫയലിംഗുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഉണ്ടാകുന്ന സംശയങ്ങളിലൊന്നാണ് ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ആരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ളത്. അതിലെന്താണ് ഒരു വിശദീകരണം? വ്യക്തികളെ സംബന്ധിച്ച് നമ്മുടെ സാധാരണ ഏജുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് സീനിയർ സിറ്റിസൺസ് അല്ലാത്തവരുടെ കാര്യത്തിൽ 2.5 ലക്ഷം രൂപയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്ത ലിമിറ്റ് എന്ന് പറയുന്നത്, ത്രഷോൾഡ് ലിമിറ്റ്. 2.5 ലക്ഷം രൂപ കൂടുതൽ ഇൻകം ഉള്ള ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അയാൾ ന്യൂ റെജീം ഓഫ് ടാക്സേഷൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 4 lakhs ആണ്. അപ്പോൾ 4 lakhs വരെയുള്ള ആൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഓൾഡ് റെജീമിലെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. വീണ്ടും ന്യൂ റെജീമിൽ 4 ലക്ഷം രൂപ തന്നെ. ഇനി സൂപ്പർ സീനിയർ സിറ്റിസൺ, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഓൾഡ് റെജീമിലെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പൊ 5 ലക്ഷം രൂപ താഴെയാണെങ്കിൽ, പക്ഷെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂ റെജീമിലെയും ത്രഷോൾഡ് ലിമിറ്റ് 5 ലക്ഷത്തിലേക്ക് വന്നു. കാരണം സൂപ്പർ സീനിയർ സിറ്റിസണിനെ സംബന്ധിച്ച് ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും 5 ലക്ഷത്തിന് മുകളിലാണ് ആണെങ്കിൽ ആള് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ കണ്ടീഷൻസ് കൂടി ഉണ്ട്. നമ്മൾ ഒരു വർഷം 1 കോടിയിൽ കൂടുതൽ രൂപ നമ്മളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നേരത്തെ പറഞ്ഞ ഇൻകം ലിമിറ്റുകൾ ഒന്നും ഇല്ലെങ്കിലും ആള് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. 50 ലക്ഷം രൂപയിൽ കൂടുതൽ അയാളുടെ SB അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പരിധികൾ ഒന്നും നോക്കാതെ തന്നെ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വിദേശ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിദേശ യാത്രകൾക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ടിക്കറ്റിന് മാത്രമല്ല എല്ലാ ചെലവുകൾക്കും കൂടി വേണ്ടി വിദേശ യാത്രാ ചെലവ് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇയാളുടെ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആള് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും അയാളുടെ ഇൻകത്തിന്റെ ലെവലിന് യാതൊരു റെലവൻസും ഇല്ല. ഇനി ഇവൻ ഒറ്റ രൂപ ഇൻകം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ അത് കൂടാതെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, സാധാരണ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാൾ 60 ലക്ഷം രൂപയിൽ കൂടുതൽ ആൾക്ക് ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷൻ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അഡ്വക്കേറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള പ്രൊഫഷനുകൾ ചെയ്യുന്ന ആൾ പ്രൊഫഷണൽ ഫീസ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് 10 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിലും ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 60 ലക്ഷമോ 10 ലക്ഷമോ ഏൺ ചെയ്തിട്ട് ഒറ്റ രൂപ ലാഭമില്ലായിരിക്കും. അപ്പോൾ ഇൻകം സൈഡിൽ നോക്കിയാൽ അവർക്ക് നെറ്റ് ഇൻകം ഇല്ല, ലോസ് ആയിരിക്കും. പക്ഷേ ഇത്രയും ടേൺ ഓവർ കഴിഞ്ഞു പോയതുകൊണ്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി TDS, TCS ഏതെങ്കിലും ഹെഡുകളിൽ നമ്മളുടെ കയ്യിൽ നിന്ന് TDS ഓ TCS ഓ ഗവൺമെന്റ് പിടിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് പിടിച്ചു പോയിട്ടുണ്ട്, അത് 25,000 രൂപയിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അയാളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇൻകം നോക്കാതെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധിതമായി പോകുന്ന ആളുകളുടെ കാര്യമാണ്. ഇനി അതല്ലാതെ ബിസിനസ്സുകൾ ചെയ്യുന്ന മറ്റ് ഓർഗനൈസേഷണൽ ഫോംസിലുള്ളവരെല്ലാം ഇതിന്റെ ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കമ്പനികൾ, ഫേംസ്, അതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റുകളെല്ലാം ഈ ഇൻകത്തിന്റെ ബാധ്യതകൾ ഇതൊന്നും നോക്കാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവരാണ്. ഇൻകം ടാക്സ് ഫയലിംഗിൽ സാധാരണ പലരും പല പിഴവുകളും വരുത്താറുണ്ട്. സാധാരണ മട്ടിൽ വരുത്താറുള്ള പിഴവുകൾ എങ്ങനെയാണ്, കണ്ടുവരുന്ന പിഴവുകൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മളുടെ അടുത്ത് റിട്ടേൺ സ്വന്തമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ കൃത്യമായി അറിവില്ലാത്ത ആരുടെയെങ്കിലും അടുത്ത് ചെയ്ത് എന്നിട്ട് പ്രശ്നങ്ങൾ പറ്റിക്കഴിയുമ്പോഴാണ് നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ മിസ്റ്റേക്സ് വന്ന് കാണുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കാണാറുള്ള ഒന്ന് റോങ് സെലക്ഷൻ ഓഫ് അസസ്മെന്റ് ഇയർ. ഇനി പുതിയ റെജിം, നമ്മളുടെ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ആ പ്രശ്നമില്ല, എല്ലാ ഇയറുകളും ഒരുപോലെ ആക്കി. ടാക്സ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ടാക്സ് ഇയർ എന്ന് പറഞ്ഞ ഒറ്റ കൺസെപ്റ്റ്. 2026-27 ആണ് ഫിനാൻഷ്യൽ ഇയർ എന്നുണ്ടെങ്കിൽ 2026-27 തന്നെയാണ് ടാക്സ് ഇയർ. അപ്പോൾ ഇനി സംശയമില്ല. മുമ്പ് അങ്ങനെയല്ല, ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇയർ ആണ് അസസ്മെന്റ് ഇയർ. അതിന് ഈ അസസ്മെന്റ് ഇയറിന് മുമ്പ് വരുന്നതാണ് പ്രീവിയസ് ഇയർ എന്നൊക്കെ പറഞ്ഞുള്ള ഡെഫിനിഷൻസും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക് റിട്ടേൺ ഫയലിംഗ് ഇതിൽ ഇൻകം ടാക്സിന്റെ ആ പോർട്ടലിൽ അതിൽ കയറിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റോങ് ഇയർ സെലക്ട് ചെയ്താൽ, നമ്മൾ റെഗുലർ ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് റോങ് ഇയർ സെലക്ട് ചെയ്യാൻ എളുപ്പമല്ല, കാരണം അത് കൃത്യമായിട്ട് ചെയ്തു പോന്നിട്ടുണ്ടാവും. ആദ്യമായിട്ട് ഫയൽ ചെയ്യാൻ കയറുന്ന ഒരാൾ ഇപ്പോൾ അസസ്മെന്റ് ഇയർ 25-26 പകരം ഇപ്പൊ ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു വർഷം പഴയ റിട്ടേൺ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. അത്തരത്തിലുള്ള അപ്പോൾ റോങ് സെലക്ഷൻ ഓഫ് അസസ്മെന്റ് ഇയർ വരാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് ഇനി നെക്സ്റ്റ് ഇയർ മുതൽ അത് ഉണ്ടാവില്ല, കാരണം പുതിയ ഇൻകം ടാക്സ് ആക്ട് ആണ്. ഇനി പിന്നെ സംഭവിക്കുന്നത് തെറ്റായ ഫോം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം, അതായത് ഇന്ന റിട്ടേൺ, ഇന്ന ഇൻകങ്ങൾക്ക് ഇന്ന റിട്ടേണുകൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആ റിട്ടേണിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻകം ആ റിട്ടേണിൽ കാണിക്കാതെ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു തെറ്റായ എൻട്രിയിലൊക്കെ കാണിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സിക്വന്റ്ലി അതിന് നോട്ടീസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റോങ് സെലക്ഷൻ ഓഫ് അസസ്മെന്റ് ഇയർ, റോങ് സെലക്ഷൻ ഓഫ് ഫോംസ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ആളുകളുടെ ഒരു ധാരണ ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ടാക്സ് പേയേഴ്സ് ഇൻഫർമേഷൻ സമ്മറി, അതുപോലെ 26IS, ഫോം 26IS, ഈ ഫോംസിലെല്ലാം കാണുന്ന ഇൻകംസെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അങ്ങനെയല്ല, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് നമുക്ക് എന്ത് ഇൻകം ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അബദ്ധവും പറ്റാം. ചിലപ്പോൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലോ ഫോം 26ISലോ ബൈ മിസ്റ്റേക്ക് തെറ്റായ ഒരു എൻട്രി കയറി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ പാനിന് പകരം വേറൊരാളുടെ പാനിന് പകരം നമ്മളുടെ പാൻ അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിൽ കയറി വന്നേക്കുന്നത് നമ്മൾ അറിയാതെ എൻഡോഴ്സ് ചെയ്തു പോകും. അപ്പോൾ നമ്മളുടെ ഫോം 26IS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി, ഇത്രയും സാധനങ്ങൾ, AIS, TIS, ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് നോക്കി ഇതിൽ വന്നിരിക്കുന്നതെല്ലാം എൻ്റെ ഇൻകം ആണ്, ഇതിൽ എൻ്റേതല്ലാത്ത ഏതെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് ഈ നമുക്കറിയാലോ നമ്മളുടെ അല്ലാത്ത ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ. അതുകൂടാതെ
ഇതിന്റെ നമ്മൾക്ക് ശരിക്കുള്ള ഏതെങ്കിലും ഇൻകം ഇതിൽ വന്നിട്ടില്ലെങ്കിൽ അത് സത്യസന്ധമായിട്ട് റിട്ടേൺ കാണിക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ഈ റിക്കൺസിലേഷൻ ബിറ്റ്വീൻ അവർ റിയൽ ഇൻകം ആൻഡ് 26 AS ഈ ഇൻകം ടാക്സിൽ അവൈലബിൾ ആയിട്ടുള്ളതും കൃത്യമായിട്ട് റിക്കൺസൈൽ ചെയ്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ സബ്സിക്വന്റ്ലി നോട്ടീസ് വരാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇല്ലാത്ത ക്ലെയിംസ് ഒരിക്കലും ചെയ്യാതിരിക്കുക. ആളുകൾ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഇപ്പൊ ഓൾഡ് റെജീമിലാണ് അത് കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഹൗസ് റെന്റ് അലവൻസ്, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫീസ്, അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മൾ ഡൊണേഷൻ കൊടുത്തത്, ഇതൊന്നും ഇല്ലാത്തത് ക്ലെയിം ചെയ്യുക. ഫാൾസ് ആയിട്ടുള്ള ക്ലെയിംസ് റിട്ടേണിൽ നടത്താതിരിക്കുക. കാരണം ഡിപ്പാർട്ട്മെന്റിന് അത് വെരിഫൈ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ നോട്ടീസ് അയച്ചേക്കുന്നതും ആളുകൾക്ക് പെനാൽറ്റി കൊടുത്തേക്കുന്നതും ഈ ഒരു സംഭവത്തിലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്യും, വെരിഫൈ ചെയ്യില്ല. ഇൻകം ടാക്സ് റിട്ടേൺ മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ വെരിഫിക്കേഷൻ ഒന്നുകിൽ ഇലക്ട്രോണിക് മീൻസിൽ വെരിഫൈ ചെയ്യണം, OTP ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ EVC വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ആധാർ വെച്ചിട്ട്, ബാങ്കിന്റെ അക്കൗണ്ട് വെച്ചിട്ട്, ബാങ്കിന്റെ ഓൺലൈൻ ലോഗിൻ വെച്ചിട്ട്, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് എല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാം. പല വിധത്തിൽ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിട്ടേൺ ഫയൽ ചെയ്ത് തീർന്നതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ആണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ പ്രോസസ് ചെയ്യില്ല, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത പോലെയാണ് കണക്കാക്കുള്ളൂ. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്തവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധമാണ് ചിലപ്പോൾ വെരിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളത്. പിന്നെ സെലക്ഷൻ ഓഫ് റെജീം. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ന്യൂ റെജീമിലായിരിക്കും ലാഭം, ചിലപ്പോൾ നമുക്ക് ഓൾഡ് റെജീമിലായിരിക്കും ലാഭം. അപ്പൊ 2 രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ് എടുക്കുക. അത് ഇപ്പൊ മാറിപ്പോയെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഓൾഡ് റെജീം ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം ഡ്യൂ ഡേറ്റിന് ശേഷം നമുക്ക് ഓൾഡ് റെജീം ചെയ്യാൻ പറ്റില്ല. ഡിഫോൾട്ട് റെജീം എന്ന് പറയുന്നത് ന്യൂ റെജീം ആണ്. അതുകൊണ്ട് നമുക്കിപ്പോ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഓൾഡ് റെജീം ആയിരുന്നു, നമ്മൾ അത് ശ്രദ്ധിച്ചില്ല, നമ്മൾ ന്യൂ റെജീം ചെയ്തു പോയി, നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്ത് ഓൾഡ് റെജീമിലേക്ക് മാറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ റെജീം സെലക്ഷനും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നു കാണും, മുൻപ് NRI ആയിരുന്നു കാണും, അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഓൺസൈറ്റ് പുറത്തുപോയി ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഷെയറുകൾ, RSUs അതൊക്കെ അവിടെ നിന്ന് ഈ ESOP സ്കീമിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് ഇപ്പോഴും ഇവരുടെ ഡിമാറ്റ് അക്കൗണ്ട്, ഫോറിൻ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുകയോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും, അത് ക്ലോസ് ചെയ്യാതിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകോ നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മളിവിടെ റെസിഡന്റ് ആണെങ്കിൽ നമ്മുടെ റിട്ടേണിൽ ഈ ഫോറിൻ അസറ്റ്, ഫോറിൻ ഇൻകം കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ സബ്സിക്വന്റ്ലി ഈ ബ്ലാക്ക് മണി ആൻഡ് ഫോറിൻ അസറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഒരു അബദ്ധം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് പറ്റി നമ്മളുടെ അടുത്ത് റെക്ടിഫൈ ചെയ്യാൻ വന്ന് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.